ഈ ശാരീരിക ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ അവസാനം, അതിൻ്റെ എൻഡ് എന്നുള്ളത്. അതായത് താങ്കളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് കുറേ കാര്യങ്ങളെന്ന്. ശരിക്കും ഒരു സ്ഖലനം എന്ന് പറയുന്ന അവസാനം, ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ, മാനസിക ചിന്ത എങ്ങനെയായിരിക്കണം? ഭാര്യയും ഭർത്താവും ഇണചേരുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ദിക്റുണ്ട്. ബിസ്മില്ലാഹി അള്ളാഹുമ്മ ജന്നിബിന ഷെയ്ത്താന വ ജന്നിബി ഷെയ്ത്താന ഫീമാ റസഖ്തന. ഞങ്ങൾക്ക് നീ നൽകിയതിലും ഇനി നൽകാനുള്ളതിലും പിശാച്ചിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും കാക്കണമേ. ഇതാണ് ആ ദിക്റിൻ്റെ ഒരർത്ഥം, ഒരു ഏകദേശ അർത്ഥം. ഈ അർത്ഥത്തെ സ്ഖലനത്തിൻ്റെ സമയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരണം, നാവുകൊണ്ട് പറയാൻ പാടില്ല. ഈ ഒരർത്ഥത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആ സമയത്തുണ്ടായിരിക്കേണ്ട ഒരു മാനസിക തലമാണ്. പിന്നെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. ഒരു കുട്ടി വേണമെന്ന് പറയുമ്പോൾ കുട്ടി എന്തിനാണ്? നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പ്രായമാകുമ്പോൾ നോക്കാനെന്നാണ് ആദ്യം മനസ്സിലേക്ക് വരിക. വാസ്തവത്തിൽ ചെറുപ്പത്തിൽ നമ്മളെ നോക്കി അള്ളാഹു തആലക്ക് പ്രായമാകുമ്പോൾ നോക്കാൻ ഒരു കുട്ടിയുടെ ആവശ്യമൊന്നുമില്ല, കുട്ടീനെ അതിനൊന്നുമല്ല. അതേ സമയത്ത് സ്വർഗത്തിലേക്ക് പോകാൻ റെക്കമെൻഡ് ചെയ്യാനും സ്വാലിഹായ ഒരു മകൻ ഉണ്ടായാൽ പറ്റും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ വർധനവിന് സ്വാലിഹായ ഒരു മനുഷ്യനുണ്ടായാൽ പറ്റും. ഒരാൾ മരിച്ചതിന് ശേഷം ബാക്കിയാവുന്ന മുതൽ എണ്ണിയ കൂട്ടത്തിൽ വലതുൻ സ്വാലിഹുൻ യദൂ ലഹു എന്ന് എണ്ണിയിട്ടുണ്ട്. അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ കുട്ടി. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്ഖലനമുണ്ടാകുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടി എനിക്ക് കുട്ടി ഉണ്ടാവണം എന്ന് മനസ്സിൽ കൊണ്ടുവരികയും നമ്മൾ ആദ്യം ചൊല്ലിയ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താന വ ജന്നിബി ഷൈത്താന ഫീമാ റസഖ്തന എന്ന ദിക്റിൻ്റെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരികയുമാണ് വേണ്ടത്. നമ്മുടെ ഈ പ്രോഗ്രാമെല്ലാം തന്നെ മതപരമായ വിശ്വാസികൾക്ക്, മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ആ അർത്ഥതലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മറുപടികളും ചോദ്യങ്ങളുമെല്ലാം തന്നെ ആ ഒരു അർത്ഥത്തിലാണ് ഉൾക്കൊള്ളുന്നത്. വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്തോ ഒരു വേണമെങ്കിൽ ട്രോളാൻ കിട്ടുന്നൊരു അവസരം എന്നൊക്കെ തോന്നിയേക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ചോദ്യത്തിലേക്ക്, മദ്യപിക്കുക അല്ലെങ്കിൽ ലഹരി ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ ലൈംഗികാസക്തി കൂടും എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് താൽക്കാലികമായ ഒരു ലൈംഗികാസക്തി ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഡോസ് കൂട്ടി കഴിക്കേണ്ടി വരും. അവസാനം എത്തുമ്പോൾ എന്ത് കഴിച്ചാലും കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെയല്ല ശരിക്ക് ലൈംഗികമായ താല്പര്യത്തെ ഉണ്ടാക്കി തീർക്കേണ്ടത്. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ലൈംഗിക താല്പര്യത്തെ ഉണ്ടാക്കേണ്ടത്. ഈ ഭാര്യാഭർത്തൃ ജീവിതവുമായി ബന്ധപ്പെട്ട് ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, യാത്ര പോകുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തേത്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത്, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞത് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിക്കാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിക്കാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ ജുമഅക്ക് പോകുന്നതിന് മുമ്പ്. നാലാമത്തേത്, ഒരു സ്ത്രീയെ കാണുകയും ആ സ്ത്രീയുടെ സൗന്ദര്യം ആകർഷിക്കുകയും ചെയ്താൽ സ്വന്തം ഭാര്യയുമായി ഇണചേരുക എന്നത് പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 4 സന്ദർഭങ്ങളിലാണ് ലൈംഗിക ബന്ധം പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമികമായ പല കാര്യങ്ങളും, നരകം പറയുന്നിടത്ത് സ്വർഗമുണ്ട്, നന്മ പറയുന്നിടത്ത് തിന്മയുണ്ട്, ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതോടൊപ്പം തന്നെ പാടില്ലായ്മ കൂടി ഇസ്ലാമികമായ വിധി ഉണ്ടാകും. എന്തൊക്കെയാണ്? ചില സന്ദർഭങ്ങളിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതായിരിക്കും നല്ല വാക്ക് എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ, ഒരാൾ കല്യാണം കഴിച്ചാൽ ഭാര്യയെ ഇണചേരാൻ എപ്പോഴും പറ്റും. നിരുത്സാഹപ്പെടുത്തപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് വയറ് നിറഞ്ഞ സന്ദർഭമാണ്. മറ്റൊന്ന് ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള സന്ദർഭമാണ്. മൂന്നാമത്തേത് ലൈംഗികമായ ആസക്തി, താല്പര്യമില്ലാത്ത ഘട്ടത്തിൽ ആർക്കേലും വേണ്ടി ഇണചേരുക. ഇത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ശക്തമായ ദാഹമുള്ള സന്ദർഭത്തിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ 4 സന്ദർഭങ്ങളിലാണ് ലൈംഗിക ബന്ധം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവെ ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ ഭാര്യ തീരെ താല്പര്യമില്ല എന്ന്. ശരിക്കും താല്പര്യമെടുക്കേണ്ടത് ആരാണ്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്. മാനസികമായ തയ്യാറെടുപ്പ് ആണ് ലൈംഗിക ബന്ധത്തിൻ്റെ വിജയത്തിൽ പ്രധാനമായും അടിസ്ഥാനമായി കിടക്കുന്നത്. തൻ്റെ ഇണക്ക് ഉത്തേജനം ലഭ്യമാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് എതിർകക്ഷി, അത് മറ്റേ കക്ഷി മനസ്സിലാക്കിയിരിക്കണം. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ സാധ്യമാകുന്ന ഒരു കാര്യമല്ല തൻ്റെ ഇണക്ക് ഉത്തേജനം കിട്ടുന്ന വിഷയം എന്താണ് എന്നത്. ചിലർക്ക് ചില സംസാരങ്ങളെ കൊണ്ട് ഉത്തേജനം ഉണ്ടാവും, മറ്റു ചിലർക്ക് ചില സ്ഥലങ്ങളിൽ സ്പർശിച്ചാലുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ
28 സ്ഥലങ്ങൾ ഉത്തേജനം നൽകുന്നതുണ്ട്. അതിൽ പലർക്കും പലതായിരിക്കും. ചിലർക്ക് ചുംബനത്തിലൂടെ ഉത്തേജനം ഉണ്ടാവും, ചിലർക്കൊന്ന് വേദനയാക്കിയാൽ ഉത്തേജനം ഉണ്ടാവും. എൻ്റെ ഇണക്ക് ഉത്തേജനം കിട്ടുന്നത് എന്തിലൂടെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് ലൈംഗികതയുടെ വിജയം കിടക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ വേണ്ട, പക്ഷെ മനസ്സിലാക്കിയിരിക്കണം. ചില ആളുകളുടെ ഒരു പരാതിയാണ്, ഇനിയിപ്പോൾ പ്രായമായില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയി, അല്ലെങ്കിൽ ഇനി കാലം കുറേ ആയില്ലേ എന്നെല്ലാം ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്താണ് അവരോട് പറയുന്നത്? ഇതിന് പ്രായം അല്ലെങ്കിൽ മതപരമായ ആരാധനകൾക്ക് വിഘാതം സംഭവിക്കും, പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദിന് വിഘാതം സംഭവിക്കും എന്നൊക്കെ പറയുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട്. എന്താണ് അതിന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളത്. 63 വയസ്സ് വരെയും ഭാര്യമാരുമായി ഇണചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ആശയം എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇണചേരൽ ഇബാദത്താണ് എന്ന കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് വരുന്നതാണ്. നിസ്കരിക്കൽ മാത്രമാണ് ചില ആൾക്കാർ ഇബാദത്തായി കണ്ടത്, നോമ്പ് നോൽക്കൽ മാത്രമാണ് ഇബാദത്തായി കണ്ടത്. ഇണചേരുക എന്നത് പുണ്യമായ ഇബാദത്തും അമ്പിയാക്കളിൽ നിന്ന് 2 നബിമാരുടെ കാര്യത്തിൽ മാത്രമാണ്. 1,24,000 അമ്പിയാക്കളുള്ളതിൽ 2 നബിമാരുടെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുള്ളതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുകയും വർദ്ധിച്ച കൂലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്വാലിഹായ അമലാണ് ഇണചേരുക എന്നത് ആ അർത്ഥത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രായമായില്ലേ ഇനിയിപ്പോൾ എന്തിനാ, കേവല രസം എന്നുള്ളിടത്താണ് ആളുകൾ നിൽക്കുന്നത്, ഇബാദത്ത് എന്ന തലത്തിലേക്ക് വരുന്നില്ല. ഇതാണ് ഈ നിരാശയുടെ കാരണം. ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സഹോദരി സംസാരിച്ചപ്പോൾ ഭർത്താവ് എന്നോട് മോശമായിട്ട് പെരുമാറുന്നു, ഭർത്താവ് നന്നായി പെരുമാറുന്നില്ല, ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, അങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മൂപ്പരോട് സ്നേഹത്തോടെ പെരുമാറുക, അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണ് മറ്റു കാര്യങ്ങൾ സ്നേഹത്തോടെ പെരുമാറുകയും നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ നന്നായിട്ട് പെരുമാറുന്നു അതനുസരിച്ച് തിരിച്ചിങ്ങോട്ട് കിട്ടും, കൊടുത്താലേ കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, അങ്ങനെ ഞാൻ ഇടയ്ക്ക് പെരുമാറി നോക്കിയിരുന്നു, അപ്പോൾ അദ്ദേഹം എന്നെ പീഡിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ ഒരു മൈൻഡാണ് ആളുകൾക്ക്. ഈ പീഡനം എന്നുള്ളതൊന്ന് ഒഴിവാക്കിയിട്ട് സ്നേഹ സൗഹാർദ്ദത്തോടെയുള്ളൊരു ജീവിതം, അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഒരാൾക്കും ഒരാളെയും മാറ്റാൻ കഴിയില്ലെന്നും സ്വയമായി മാറാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. മാറാൻ ആവശ്യമായ പശ്ചാത്തലമൊരുക്കാനേ മറ്റൊരാൾക്ക് കഴിയുള്ളൂ. മാറണമെങ്കിൽ അയാൾ തന്നെ സ്വയമായി വിചാരിക്കണം, ഉദ്ദേശിക്കണം, ചിന്തിക്കണം. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ അത് ആക്ഷേപിക്കപ്പെടുന്ന ആളുടെ മാത്രം പ്രശ്നമായിട്ട് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ നിർവാഹമല്ല. എനിക്കനുസരിച്ചാണ് എന്നോട് ആളുകൾ പെരുമാറുക. മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ എളുപ്പമുണ്ട്. ഈ നമ്മൾ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അൻഫുസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചിരിക്കുന്നു. ഈ അൻഫുസ് എന്നതിന് മനസ്സ് എന്നൊരർത്ഥമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ പടച്ചിരിക്കുന്നു. നമ്മളൊരിക്കലും എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരേ മനസ്സിന് 2 തലമാണ്. ഒന്ന് അതിൻ്റെ ഒരു പൗരുഷഭാവം, ഒന്ന് അതിൻ്റെ ഒരു സ്ത്രൈണഭാവം. പുരുഷൻ്റെ മനസ്സിൻ്റെ സ്ത്രൈണഭാവമാണ് അയാളുടെ ഭാര്യ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണ് നമ്മളോട് ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതേ പെണ്ണിൻ്റെ മനസ്സിൻ്റെ പൗരുഷഭാവമാണ് യഥാർത്ഥത്തിൽ അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് പ്രശ്നം ഒരാളിലല്ല, പ്രശ്നം 2 പേരിലുമാണ്. ആർക്കും സ്വന്തത്തെ കുറ്റപ്പെടുത്താൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മറ്റാളെ പറ്റി പറയാൻ. അതുകൊണ്ട് സ്വയം ചില മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുക, അപ്പോൾ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊള്ളും. അതായത് നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഒരു ഭാര്യാഭർത്തൃ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളോട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഡോക്ടറിൽ നിന്ന് ഇതിൻ്റെ ഒരു എൻഡിങ് എന്ന നിലക്ക് അവസാനമായി ഇതുമായി വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെയാണ് ആദ്യമായി വിവാഹം കഴിച്ചത്. അന്ന് ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം ഏറ്റവും മൂർധന്യ ദശയിൽ നിൽക്കുന്ന പ്രായത്തെ 40 കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ 100% സംതൃപ്തയാക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞു എന്നതാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ അവകാശമുള്ള ആൺകുട്ടിയാണ് ഞാൻ എന്ന് തെളിയിച്ചതായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രവാചക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്തൃ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലൈംഗിക ബന്ധം തന്നെയാണ്. സ്ത്രീയുടേതാവട്ടെ പുരുഷൻ്റേതാവട്ടെ ശാരീരികമായ, മാനസികമായ, ആത്മീയമായ എല്ലാ ദാഹങ്ങളെയും ലൈംഗിക ബന്ധം കൊണ്ട് തീർക്കാൻ കഴിയും. എന്തൊക്കെ ഉണ്ടായാലും
ലൈംഗിക സംതൃപ്തിയുടെ മേലെ അതൊന്നും പോവില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ വർധനവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇണചേരലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തി നൽകാൻ കഴിഞ്ഞാൽ കുടുംബജീവിതം, വൈവാഹിക ജീവിതം, ഭാര്യഭർത്തൃ ജീവിതം വിജയിക്കുമെന്ന കാര്യം തീർച്ചയാണ്. നേരത്തെ സലാംക്ക പറഞ്ഞതുപോലെ വിശ്വാസികളോടാണ് ഈ സംസാരം എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കും.